ഇതുവരെ പ്രൈസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിക്കും മിക്കവാറും. നല്ല ഐശ്വര്യമുള്ള കൈയൊക്കെയാണ്. ഞാനിപ്പോ 500 രൂപ ടിക്കറ്റ് എടുത്ത്. അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നോണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം ഇവരിപ്പോ എത്ര നേരം ഇവിടെ രണ്ടുപേരും കൂടി നിൽക്കുന്നത് അമ്മയും മോനുമാണ്. കൃഷ്ണകുമാർ എന്നല്ലേ പേര് പറഞ്ഞു? അരുൺകുമാർ. ലോട്ടറി ഓഫീസിലെ താരമാണ്. കാഴ്ചയില്ല. അപ്പൊ ഇത് കാണുന്നവരെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യാം, എന്റെ വീഡിയോ കാണുന്നതനുസരിച്ചിട്ട്. അത് മാത്രമല്ല, എന്റെ ജോലിയിൽ എന്തെങ്കിലും കിട്ടുന്നതനുസരിച്ചിട്ട് ഞാനും ചെയ്തു തരാം. അപ്പൊ ഇതിലെ പോയപ്പോഴാണ് കണ്ടത് അമ്മയും മോനും കൂടിയാണ് ലോട്ടറി വെക്കണം. എത്ര ടിക്കറ്റ് പോകും ഡെയിലി? 60. അതിപ്പോ അമ്മ ഇവിടെ വന്നിട്ടാണ് അമ്മ കൂടിയേക്കണത്. അതിന് മുമ്പ് ഏരിക്കലും ഞാൻ തന്നെ നാട്ടില് ജനിച്ച നാട്ടില്. ഏരിക്കരയാണോ വീട്? അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വന്നേക്കുന്നത്. 60 ടിക്കറ്റ് കിട്ടിയാൽ എന്ത് കിട്ടും? കടം പോവുമല്ലോ. ലോട്ടറി കച്ചവടം ശരി, ആൾക്കാർ കടം പോവുമല്ലോ. ഗൂഗിൾ പേ ആണ്. ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ല. നമുക്കില്ല. ഗൂഗിൾ പേ വെക്കാൻ വേണ്ടല്ലേ അമ്മ? എടുത്തിട്ടില്ല. അതെല്ലേ? ഇപ്പൊ കടത്തും വേണം വണ്ടി ഓടണം. ഞാൻ ബാങ്കിൽ വരുമ്പോ പഞ്ചായത്ത് ലോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. പുരോഗമിക്ക് തന്നിട്ട് തരാം. പഞ്ചായത്ത് ലോണേ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുണ്ട്. അതും പറൂര് SBI പറഞ്ഞ നമ്മുടെ കൂട്ടുകാരത്തിന് മൈനീരും അത് പറയണത് കച്ചവടം ഒന്ന് പുരോഗമിക്ക് തന്നിട്ട്. വയസ്സും പ്രായമായ എനിക്കിപ്പോ ഒരു 72 വയസ്സായാലും കുടുംബശ്രീയൊക്കെ ഇങ്ങനെ ലോൺ ഉണ്ട്. അപ്പൊ ഈ മോന്റെ ഇതിലാണ് ഭഗവാന്റെ പോണ്ട് ഈ ബാബരിന് പോണ്ട് 97 കോടിക്ക് ഒരു പെൻഷൻ അത് ചെലാക്കി തന്നു. അത് അപേക്ഷ എഴുതി കൊടുത്ത് നമ്മുടെ പറൂരിന്റെ ശർമ്മയുടെ ഭാര്യന് കൊടുത്തു. കിഴക്കപ്പുറം മാനിക്കാട് മറ്റൊരു ബോട്ടിൽ പഞ്ചായത്ത്. ഈ പറഞ്ഞ 100-150 ടിക്കറ്റ് ഡെയിലി പോയാലല്ലേ നമുക്ക് 60 ഫോണില് ഗൂഗിൾ പേ കൊറോണ വന്നേക്കുമ്പോ 300 ഇപ്പോഴും ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. എടുക്കണം. അവിടെ ഒരു ഫയൽ നമ്മൾ എടുക്കണില്ലേ? ഫയൽ ഒരാഴ്ച ടിക്കറ്റ് എടുക്കണം പോണെങ്കിൽ. ഒരാഴ്ച പൈസ ഒന്ന് പാസ്സായാൽ ഞാൻ ഈ 2 പെട്ടിക്കണ പോലെ എന്തായാലും ആ ലോൺ പാസ്സായാൽ ഞാൻ ഈ 2 ബുക്ക് വെച്ചിട്ടുണ്ട്. ഒരു 1020 കൊടുക്കും. പഞ്ചായത്തിൽ നിന്ന് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ലോൺ കൈയോടെ പാസ്സാക്കി തരാന്ന് പെണ്ണുങ്ങൾ പറയുന്നുണ്ട്. കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് അതേ മറ്റേ നമ്മള് കൊറോണ കാലത്ത് നമ്മള് വികലാംഗ കോർപ്പറേഷനിലേക്ക് അപേക്ഷ പോയില്ല. അന്ന് പോയവർക്ക് ഇന്ന് 1 ലക്ഷം രൂപ കച്ചവടം ചെയ്യാൻ. ഇയാൾക്ക് ലിവർ വളർച്ചയുണ്ട്. ഇയാൾക്ക് മരുന്ന് പോലും മറ്റുള്ളവരുടെ സഹായത്താലാണ് കുട്ടി കഴിച്ചത്. നമ്മുടെ MLA സാറിന്റെ നാട്ടുകാരുടെ മരുന്ന്. പിന്നെ നമ്മുടെ MLA ഡോക്ടർ മറ്റുള്ളവരൊക്കെ പൈസ എല്ലാവരും തന്നുണ്ട്. നാട്ടുകാർ സാധനങ്ങളോ എന്തെങ്കിലും കൊണ്ടുതരുകയൊക്കെ ചെയ്യാം. എല്ലാവരും തന്നുണ്ട്. പിന്നെ ഗതിൻ ഡോക്ടർ മുടങ്ങാണ്ട് മരുന്ന്. അത് കുറെ പേര് നല്ല ആൾക്കാർ സഹായം എനിക്കും ഈ ഡോക്ടറിന്റെ ഒരു അവരുടെ 10ന്റെ ഒരു ഇതുകൊണ്ട് നമ്മൾ എനിക്ക് ഓർക്കുന്നത് ഗതിൻ ഡോക്ടറിന്റെ. എന്റെ പ്രഷറിന്റെ ബുദ്ധിമുട്ടും വരുമ്പോ കൊച്ചിന് ചിലപ്പോ നമ്മൾ കൈ പിടിക്കണം. എങ്ങനെയായി ഇപ്പോഴും ഞാൻ പറയൂരൊക്കെ പോയി അതെ പറഞ്ഞില്ല. കൈ പിടിക്കുന്നതെന്നറിയാമോ? 2 കെട്ടി നമ്മുടെ ഞരമ്പ് കളഞ്ഞിരിക്കുന്നു. തലച്ചോറിന് കാലിന്റെ അടി വരെ ദൈവാധീനം കൊണ്ട് എണീച്ചറിഞ്ഞു. ഇത് ഓരോ കൊല്ലം കൂടുമ്പോ കുറയും. ഇപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തപ്പോ MLA ചെക്ക് ചെയ്തപ്പോ 120 2 കണ്ണിന് തലയിരിക്കും. 100. അപ്പൊ അത് പരിചയത്തിന്റെ പോയിന്റ് കുറയുമ്പോഴാണ് ഇടിക്കണത്. പോയിന്റ് കുറയുമ്പോഴാണ് ഇടിക്കണത്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളുണ്ട്. BP ഉണ്ട്, കുറച്ച് ഷുഗറുകളുണ്ട്, എല്ലാ രോഗങ്ങളും ഉണ്ട്. നമ്മള് ലിവർ
ലിവറിന്റെ ഇതുണ്ട്. ലിവർ കംപ്ലൈന്റ്, ഇയാൾക്ക് ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല. എല്ലാം പെട്ടെന്നാലും ഇത്തിരീശുള്ളൂ. എല്ലാം ഇത്തിരീശുള്ളൂ. ബിപിയാണ് കൂടുതൽ. ബിപിയാണ് നമ്മൾക്ക് കൂടുതൽ. പ്രഷറിന് ഇതുമാണ്. പിന്നെ ലിവർ. എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടേക്കാം. ഇത് കാണുന്ന ഇതിലെ പോണവരൊക്കെ എന്തായാലും 2-3 ടിക്കറ്റ് ഒക്കെ എടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. പിന്നെ എന്റെ യൂട്യൂബൊക്കെ മോണി ആയോ കഴിയുമ്പോ എന്തെങ്കിലും ഞാനും കൊണ്ട് തരാം. അമ്മ എന്തായാലും ഇവിടെ ഉണ്ടാകുമല്ലോ. ഞാൻ താമസിക്കുന്ന ആലുവയാണ്. ആലുവ ജ്യൂസിക്കോളേജിന്റെ അടുത്ത് ഇരിക്കണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് പറഞ്ഞു കോളേജിന്റെ പുറത്ത്. കാര്യം പറയാം, അമ്മയ്ക്ക് വലിയ മൊബൈലുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എഴുത്തൂറ്റുള്ളതൊക്കെ വേറെ മൊബൈലാണ്. ഇത് ഇതിന്റെ മാത്രം ഇതൊക്കെ പഠിച്ചിട്ടാക്കാനുള്ള മൊബൈൽ ദുബായിലുള്ള ഒരു പാർട്ടി വാങ്ങിക്കാം. അതെ. അപ്പൊ ഇവരാരും ചോദിക്കാൻ ഞാൻ അങ്ങനെ ഒന്ന് കാണാം. ഇവിടെ അടുത്തല്ലേ. അപ്പൊ കൊണ്ടുവന്നേ. ഇവിടെ ഉണ്ടോ?